കാസർഗോഡ് +1 വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമായ റാഗിംഗ്. ചിത്താരി ഇമായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിക്ക് നേരെയാണ് +2 വിദ്യാർത്ഥികളുടെ റാഗിംഗ് ഉണ്ടായത്. വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം ന്യൂസ് 18 ചിത്താരി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്ക് നേരെയാണ് ക്രൂരമായ റാഗിംഗ് ഏൽക്കേണ്ടി വന്നത്. ഈ ഷൂ ധരിച്ച് എത്തിയതിനാണ് പ്രധാനമായും വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ മർദ്ദിക്കുന്ന സംഭവമുണ്ടായത്. ഒപ്പം പാട്ടുപാടാനും ആവശ്യപ്പെട്ടു. നിരവധി ഇത്തരത്തിൽ +1 വിദ്യാർത്ഥികളോട് പാട്ടുപാടാൻ ഈ കുട്ടികൾ ആവശ്യപ്പെട്ടു. ഏതായാലും ഈ വിദ്യാർത്ഥി ഇതിന് തയ്യാറാവാത്തതിനെ തുടർന്നാണ് ക്രൂരമായി മർദ്ദിക്കുന്ന ഈ ദൃശ്യമാണ് ന്യൂസ് 18 പുറത്തുവിട്ടത്. ഏതായാലും ഈ വിദ്യാർത്ഥി തന്നെ നമ്മോടൊപ്പം ചേരുന്നു. എന്തൊക്കെയാണ് ഈ സ്കൂളിൽ നടന്നതിനെ സംബന്ധിച്ച് എന്താണ്? ഷൂ ഇടണ്ടാന്ന് പറഞ്ഞിട്ട് തച്ച്, പിന്നെ പാട്ട് പാടാൻ പറഞ്ഞ് അങ്ങനെ തച്ച്, പിന്നെ രാത്രി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ എന്തെല്ലാം ചീത്ത വിളിച്ചോണ്ടിന്ന് ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ബസ് സ്റ്റാൻഡിലോട്ട് തച്ച്, പള്ളിയിൽ കയറുമ്പോൾ പിടിച്ചിട്ട് കൊണ്ടുപോയി നല്ലാക്കിട്ട് തച്ച്. എന്താണ് പാട്ട് പാടാൻ? എന്താണ് പാട്ട് പാടാൻ പറഞ്ഞു. പാട്ട് പാടാൻ കഴിയാ, അപ്പൊ തച്ച്. ഇത് എല്ലാ +1 കുട്ടികളോടും ഇത്തരത്തിലാണ് എല്ലാരോടും ആക്കി. ഇത് ചെയ്തവരെ അറിയോ? ഒരു 5-6 കണ്ടറിയും. ഇവര് +2 ഇതേ സ്കൂളിൽ +2 കുട്ടികൾ? ഇതേ സ്കൂളിൽ +2 കുട്ടികൾ. ഇതില് സ്കൂളിൽ പരാതി പറഞ്ഞപ്പോ അവരെന്താണ് പറഞ്ഞത്? സ്കൂളിൽ പറഞ്ഞിട്ട് ഇപ്പൊ പറയാണ്ട് പോയിട്ടാകുമ്പോ കേസിലാക്കിയപ്പോ സ്കൂൾ വരുമ്പോ പറയണം. എവിടെയാ പരിക്ക്? എവിടെയൊക്കെ ഉണ്ടായത്? ചെവി പടിഞ്ഞ പോലെ ഉണ്ട്, പിന്നെ ഇവിടെ, പിന്നെ ഷോൾഡർ. എന്തായാലും ഈ വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമായ മർദ്ദനമാണ് ഇത്തരത്തിൽ ഉണ്ടായത്. ഈ കാര്യത്തിൽ ഹോസ്റ്റൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇവർ പരാതി നൽകിയത്. ഏതായാലും ഇത് സംബന്ധിച്ച് പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ അടിയന്തരമായ ഗൗരവമുള്ള അന്വേഷണം തന്നെ വേണം. ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി വേണം എന്ന ഉറച്ച കാര്യത്തിൽ തന്നെയാണ് ഈ കുടുംബവും ഉള്ളത്. ഇത്തരത്തിൽ ഇനി ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ ശക്തമായ നടപടി വേണമെന്ന ആവശ്യവും ശക്തമാവുന്നു. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. അതാണ് സാഹചര്യം. KV ബൈജു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബൈജു, ക്രൂരമായ റാഗിംഗ് നേരിട്ടു എന്നാണ് വിദ്യാർത്ഥി തന്നെ ബൈജുവിനോട് പറയുന്നത്. ഇത് സംബന്ധിച്ച് ഈ സ്കൂൾ അധികൃതരുടെ മറ്റോ വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സഹിത്തെ സ്കൂൾ അധികൃതർ ഇത് സംബന്ധിച്ച് വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഏതായാലും ഓസ്തൂർക്ക് പോലീസിൽ ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഈ കുട്ടിയുടെ ചെവിക്ക് കേൾവിക്കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം കണ്ണിനും പരിക്കുണ്ട്. കുട്ടി ഇന്നാണ് അല്പസമയം മുമ്പാണ് ആശുപത്രി വിട്ടത്. ഇന്നലെയായിരുന്നു ഈ സംഭവം നടന്നത്. അതായത് ചിത്താരി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. +2 വിദ്യാർത്ഥികളായ 25ഓളം പേർ ചേർന്നാണ് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചത്. ഈ കുട്ടിയെ മാത്രമല്ല, +1 പഠിപ്പിയെത്തിയ നിരവധി വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ റാഗിംഗ് ചെയ്തു എന്നാണ് കുട്ടിയോട് പറഞ്ഞത്. അവരോട് പാട്ടുപാടാനൊക്കെ ആവശ്യപ്പെട്ടു. പലരും പാട്ടുപാടുകയും അത്തരത്തിൽ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് അവർ വെറുതെ വിട്ടു. പക്ഷേ ഈ കുട്ടി പള്ളിക്കര ബിലാൽ സ്വദേശിയായ ഈ വിദ്യാർത്ഥി പാട്ടുപാടാൻ തയ്യാറാത്തതിനെ തുടർന്നാണ് മുഖത്ത് ഇത്തരത്തിൽ അടിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. മാത്രമല്ല, രാത്രി ഫോണിൽ വിളിച്ച് ഭീഷണി മുഴക്കി സ്കൂളിൽ വരാൻ അനുവദിക്കില്ല എന്ന തരത്തിലുള്ള ഭീഷണിയൊക്കെ മുഴക്കിയെന്നാണ് ഈ വിദ്യാർത്ഥി തന്നെ പറയുന്നത്. ഏതായാലും റാഗിങ്ങിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് ഇപ്പോഴും ഈ റാഗിങ്, അതായത് വെറും +1 തലത്തിലാണ് ഇത്തരത്തിൽ റാഗിങ് എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും ഹോസ്റ്റൂർ പോലീസ് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടില്ല. സഹിത്തെ അതാണ് സാഹചര്യം. എന്തായാലും വിദ്യാർത്ഥിക്ക് ക്രൂരമായ റാഗിംഗ് വിധേയമായി ക്രൂരമർദ്ദനമേറ്റു. കുടുംബം ഹോസ്റ്റൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 6 വയസ്സ്